ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ തിരുനാളാണ് ഇന്ന്. കർത്താവ് നമുക്കായി തന്നെ മുറിച്ച് വിളമ്പി തന്നതിൻ്റെ പരിശുദ്ധമായ അനുസ്മരണം ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ആചരിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വിശ്വാസികളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു ചരിത്ര സംഭവമാണ് പെസഹ തിരുനാളിന് ആധാരം. പഴയ നിയമത്തിലെ പെസഹ ഇസ്രായേൽ ജനതയ്ക്ക് മറക്കാനാവാത്ത രക്ഷയുടെ ഓർമ്മകൾ സമ്മാനിച്ചു. ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് ദൈവമായ കർത്താവ് തൻ്റെ ശക്തമായ കരങ്ങൾ നീട്ടി തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ വിമോചിപ്പിച്ചത് പഴയ നിയമത്തിലെ പെസഹായിൽ നമ്മൾ ആചരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ സംരക്ഷിച്ച ദൈവമായ കർത്താവ് കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെടാതിരുന്ന ഈജിപ്തുകാരുടെ ഭവനങ്ങളിലെ ആദ്യജാതരെ സംഹരിച്ചുകൊണ്ട് തൻ്റെ ജനത്തോടുള്ള സ്നേഹവും കരുതലും പ്രകടമാക്കി. രാഷ്ട്രീയമായ വിമോചനം ഇസ്രായേൽ ജനതയ്ക്ക് നേടിക്കൊടുത്ത പെസഹായുടെ അനുസ്മരണം അവർ ആദരവോടെ സാഘോഷം ആഘോഷിച്ചു വന്നു. പുതിയ നിയമത്തിലാകട്ടെ ഈശോ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് തൻ്റെ തന്നെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് അനുസ്മരണ വിഷയമാവുകയാണ്. കർത്താവിൻ്റെ രക്ഷാകരമായ ഇടപെടൽ വളരെ പ്രത്യേകമായ വിധത്തിൽ ധ്യാനിച്ച് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാൻ തിരുസഭ നമുക്ക് നൽകിയ ദിവസമാണ് ഈ പെസഹ വ്യാഴം. ഈ ദിനത്തിൽ ഈശോയുടെ രക്ഷാകര പ്രവൃത്തികളെക്കുറിച്ച് നാം എല്ലാവരും ഹൃദയം കൊണ്ട് ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ മറ്റേതൊരു ജനതയാണ് ഉള്ളത്. എന്നാൽ ഈ പെസഹ ദിനത്തിൽ നാം പ്രത്യേകമായിട്ട് തിരിച്ചറിയുകയാണ്, ദൈവം നമുക്ക് സമീപസ്ഥൻ എന്നതിനേക്കാൾ ദൈവം നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ട് തീരുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളിൽ തന്നെ നിത്യജീവൻ്റെ അപ്പമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവർക്ക് ഒരിക്കലും മരിക്കാൻ കഴിയില്ല, അവർ എന്നും ജീവിക്കും. മരുഭൂമിയിൽ വർഷിക്കപ്പെട്ട മന്ന പോലെയല്ല ജീവൻ നൽകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ച് കർത്താവ് സാധർമ്മ്യം കൽപ്പിച്ച് സംസാരിച്ചത്. എത്രയോ വിശിഷ്ടമായ ആത്മദാനത്തിൻ്റെ കഥയാണ് പെസഹ തിരുനാൾ നമ്മോട് പറയുക. അവിടുന്ന് തന്നെ മുറിച്ച് വിളമ്പി യഥാർത്ഥ ഭക്ഷണവും പാനീയവുമായിട്ട് നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവൻ്റെ ഭാഗമാകുന്നു അവിടുന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നു അവിടുന്ന്. ദൈവമായ കർത്താവ് നമ്മോട് താതാത്മ്യപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനം. അതാണ് പുതിയ ഇസ്രായേലായ തിരുസഭയെ സംബന്ധിച്ച് പെസഹ തിരുനാൾ. എത്രമേൽ ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു പുണ്യദിനം. വിശുദ്ധമായ ഓർമ്മകളുടെ പുനർവിചിന്തനം നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് എപ്പോഴും സഹായകരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പെസഹ ദിനത്തിൽ വാസ്തവത്തിൽ നാം നടത്തുന്നത് ഇങ്ങനെയുള്ള അതിവിശുദ്ധമായ ഒരു ഓർമ്മയുടെ പുനർവിചിന്തനവും ധ്യാനവുമാണ്. അതുവഴി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം കൂടുതലായി തിരിച്ചറിയുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സകല വിശുദ്ധരോടുമൊപ്പം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ ഈ വിശുദ്ധമായ അർപ്പണത്തിൻ്റെ പുനർവിചിന്തനം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. സത്യത്തിൽ ഈശോയുടെ പുതിയ പെസഹ ആചരണത്തിൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ ശിഷ്യരെ ശാരീരികമായി വിട്ടുപിരിയാനായിട്ട് ഒരുങ്ങുന്നതിന് മുൻപ്
താൻ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആഘോഷിച്ച അവസാനത്തെ പെസഹായുടെ രംഗമാവുകയാണ്. വേണ്ടത്ര ഒരുക്കത്തോടുകൂടെ പെസഹായ്ക്ക് ഈശോ അണയുന്നു. ഈശോ തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. കൃതജ്ഞതയോടെ സ്തോത്രം ചെയ്ത് പാനപാത്രമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്, നിങ്ങളിതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. അങ്ങനെ എത്രമേൽ തൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം, തൻ്റെ ശാരീരിക സാന്നിധ്യം അവസാനിക്കുമ്പോൾ തൻ്റെ ശിഷ്യർക്കും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും പകർന്നു നൽകാവോ, അതിൻ്റെ പാരമ്യത്തിൽ യേശു തന്നെ നൽകുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ. ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവൻ പരിശുദ്ധമായ വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ദൈവമായിട്ട് എന്നും വാണരുളുന്നു. അങ്ങനെ പവിത്രമായ ദൈവിക സാന്നിധ്യത്തിൻ്റെ സ്ഥാപന ദിനമാണ് പെസഹ തിരുനാൾ. ആത്മദാനത്തിൻ്റെ അതിവിശുദ്ധമായിട്ടുള്ള ദിനം. ദൈവം നമ്മോടൊപ്പമുണ്ട്, ദൈവം നമ്മുടെ സ്വന്തമാണ് എന്ന് മറ്റെല്ലാ ദിനത്തേക്കാൾ കൂടുതൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധമായൊരു ദിനം. നമ്മോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ ഈ പെസഹ ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് പ്രത്യേകമായ വിധത്തിൽ എഴുന്നള്ളി വരികയാണ്. അവിടുത്തോടുകൂടെ ആയിരിക്കാൻ നമ്മെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും സമർപ്പിച്ചുകൊണ്ട് ജനകോടികൾ തങ്ങളുടെ രക്ഷാകരമായ ജീവിത രഹസ്യങ്ങളെ ക്രിസ്തുവിനോടൊപ്പം ധ്യാനിക്കാനായിട്ട് അണയുന്ന ദിവസം, തൻ്റെ രക്തത്താലും തൻ്റെ ശരീരത്താലും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കാനായിട്ട് നടത്തുന്ന ആത്മീയമായ ഉണർവിൻ്റെ ദിനമാണ് ഈ പെസഹ ദിനം. നമ്മെ വിശുദ്ധീകരിക്കാൻ കർത്താവ് തൻ്റെ തിരുരക്തമൊഴുക്കി. നമുക്കെന്നും ജീവനുണ്ടാകാൻ ആത്മാവിന് പോഷണമായി തൻ്റെ തന്നെ ശരീരം കർത്താവ് നമുക്ക് നൽകി. എത്രമേൽ നന്ദി പറഞ്ഞാലാണ് അധികമാവുക, എത്രമേൽ പ്രതിസ്നേഹം പ്രകടിപ്പിച്ചാലാണ് മതിയാവുക. ഓരോ വിശ്വാസിയും ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനുള്ള വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം. അങ്ങനെ നമുക്ക് പെസഹ ദിനത്തെ കാണാനായിട്ട് കഴിയട്ടെ. സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മനുഷ്യൻ ബാഹ്യ ആകാരത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ പെസഹ ദിനത്തിൽ കർത്താവ് നമ്മളെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് നമ്മുടെ ഹൃദയഭാവങ്ങൾ കർത്താവിന് ചേരുന്ന വിധത്തിൽ പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ സെഹ്യോൻ ഊട്ടുശാലയിൽ അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് സ്ഥാപിച്ച വിശുദ്ധ കുർബാന നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ നമുക്ക് വേണ്ടി തന്ന ദൈവത്തിൻ്റെ പുത്രനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആത്മദാനത്തിൻ്റെ വഴികളിലൂടെ നമ്മളും സഞ്ചരിക്കണം എന്നുള്ളതാണ്. പെസഹ തിരുനാൾ നമുക്കൊരു ആഘോഷമല്ല, നേരെ മറിച്ച് നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സ്വീകാര്യമാക്കി തീർക്കേണ്ട വിശുദ്ധമായിട്ടുള്ള ഒരു ദിനമാണ്. ഈ പെസഹ ദിനത്തിൽ നമുക്കതിന് കഴിയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആവുന്നത്ര സമയം സ്നേഹത്തോടെ ചെലവഴിക്കാൻ നമുക്കായാൽ നമ്മുടെ ജീവിതം തീർച്ചയായും വിശുദ്ധീകരിക്കപ്പെടും. സ്നേഹത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം അവിടുന്ന് സമൃദ്ധമായി നമുക്ക് നൽകാതിരിക്കുകയില്ല. നമ്മോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നാം ആയിരിക്കുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം. അതിനായി ദിവ്യസക്രാരിയിൽ കർത്താവ് സന്നിഹിതനായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അവിടുത്തെ സന്നിധിയിൽ എന്നും കടന്നു ചെല്ലാനായിട്ട് കഴിയട്ടെ. സെഹ്യോൻ ശാലയിൽ ഈശോ ചെയ്ത മഹനീയമായ മറ്റൊരു കർമ്മമാണ് ശിഷ്യന്മാരുടെ പാദക്ഷാളനം. അടിമകൾ ചെയ്തിരുന്ന പാദക്ഷാളനം
തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കർത്താവ് നിറവേറ്റുമ്പോൾ നമ്മെല്ലാവരെയും അവിടുന്ന് പഠിപ്പിക്കുന്ന പാഠം എളിമയുടേതാണെന്ന് പറയേണ്ടതില്ലല്ലോ. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തക്കം കിട്ടിയപ്പോഴൊക്കെ ചിന്തിക്കുകയും അതേക്കുറിച്ച് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്ത ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ മാതൃക അവരുടെ ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്തു. മറ്റാരും ചെയ്യാൻ മുതിരാതിരുന്ന ആ മഹനീയമായ കർമ്മം ഈശോ അനുഷ്ഠിക്കുകയാണ്. അതിലൂടെ എത്രത്തോളം താൻ തന്നെ വെറുമയാക്കി എളിമപ്പെടുത്തി തന്മൂലം പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ദാസന്മാർ ചെയ്യുന്ന ആ കർമ്മം നിർവഹിച്ചുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ച് ഈശോ വളരെ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് പെസഹ തിരുനാൾ ദിനം. അവിടുന്ന് മേലങ്കി അഴിച്ചു മാറ്റി ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടുന്ന് അവരുടെ ഹൃദയങ്ങളെയാണ് സ്പർശിച്ചത്. അവരുടെ പോരായ്മ അവർ ക്രമാനുഗതമായിട്ട് തിരിച്ചറിയുകയാണ്. ഗുരുവിനോളം തങ്ങൾ താഴണമെന്ന് അവർ മനസ്സിലാക്കി. ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കാൻ അവർ തയ്യാറാകണമെന്ന് അവർ പഠിക്കുകയായിരുന്നു. അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി തന്നെ നൽകിയ ഈശോ അവരുടെ ജീവിതത്തെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയാക്കി മാറ്റാൻ അവർ ക്ഷണിക്കുകയാണ് ആ കർമ്മത്തിലൂടെ ചെയ്തത്. താൻ പോരുമയും അഹങ്കാരവും സുഖതൃഷ്ണയുമെല്ലാം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, അങ്ങനെയുള്ള മേലങ്കികളെല്ലാം തന്നെ നമ്മൾ മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ വിനയത്തിൻ്റെ അങ്കി നാം ധരിക്കണം. ഇന്ന് ഈ പെസഹ ആചരിക്കുമ്പോൾ കർത്താവിനെ പോലെ വിനയം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഒരേ ഒരു ദിവസത്തെ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടല്ല. ഈ പെസഹ ദിനം അക്കാര്യം കൂടി നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവനെന്നാണ് ഈശോ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യർക്ക് മുറിച്ച് വിളമ്പിക്കൊടുത്തതിന് ശേഷം അവരെ പ്രബോധിപ്പിച്ചത്. കർത്താവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ഒത്തുകൂടുമ്പോഴെല്ലാം നമ്മൾ അനുഷ്ഠിക്കേണ്ട അതിപാവനമായ ജീവിത സമർപ്പണമായി വിശുദ്ധ കുർബാന കർത്താവ് നമുക്ക് നൽകി. അനുദിന വിശുദ്ധ ബലിയിൽ നാം എത്രമാത്രം തീക്ഷ്ണതയോടുകൂടെ സംബന്ധിക്കണമെന്ന് ഈ പെസഹ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ സ്നേഹം നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ പാത സുരക്ഷിതമാക്കുകയാണ്. കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം എന്നും നമുക്ക് നൽകുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് നമ്മോട് കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എഴുന്നള്ളി വരുന്ന വിശുദ്ധ കുർബാനയിൽ അതീവ താല്പര്യത്തോടെ നമുക്കും എല്ലാ വിശ്വാസികൾക്കും സംബന്ധിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണല്ലോ. പെസഹ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം ഈ കടന്നുപോകലിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുന്നത് അനുപേക്ഷണീയമാണ്. ഇസ്രായേൽ ജനം ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട കടന്നുപോകലിൻ്റെ ഓർമ്മ പഴയ നിയമത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു. പുതിയ നിയമത്തിലെ പെസഹ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നിത്യജീവൻ്റെ നാട്ടിലേക്ക് നയിക്കുന്ന കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് നമ്മിൽ ഉണർത്തുക. അതോട് ചേർന്ന് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. ഈ ലോകം നമ്മുടെ പരദേശ വാസസ്ഥാനമാണ്. നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗീയ പിതാവ് വസിക്കുന്ന ഇടമാണ്. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നമ്മൾ ചെന്നെത്തേണ്ട ഇടത്തേക്ക്
നമ്മളെല്ലാവരും അനുദിനവും നടന്നു നീങ്ങേണ്ടവരാണ്, കടന്നു പോകേണ്ടവരാണ്. പെസഹ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകട്ടെ. അനശ്വരമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെല്ലാവരും നടന്നു നീങ്ങാനായി നമുക്ക് നൽകപ്പെട്ട ആത്മീയ ഭക്ഷണം, ഈശോയുടെ വാക്കുകളിൽ യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവുമായ വിശുദ്ധ കുർബാനയെ വർദ്ധിച്ച സ്നേഹത്തോടെ എന്നും സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ഈ പെസഹ തിരുനാൾ അനുഷ്ഠാനങ്ങളുടെ ആകെ തുകയല്ല, നേരെ മറിച്ച് സ്നേഹിക്കുന്ന നമ്മുടെ തമ്പുരാനായ ഈശോ മിശിഹായുടെ ജീവിതത്തെ പ്രത്യേകമായ വിധം ധ്യാനിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൽ നിലനിൽക്കാനും അവിടുന്ന് നമുക്ക് കാരുണ്യപൂർവ്വം നൽകിയ ദിവസമാണ്. ഇന്നേ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധമായ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ആവുന്നത്ര സമയം ചെലവഴിച്ചുകൊണ്ട് പെസഹ തിരുനാളിൻ്റെ അർത്ഥതലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന രക്ഷയുടെ സന്ദേശം സ്വന്തമാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. പെസഹ കുഞ്ഞാടായ മിശിഹ തൻ്റെ ശരീരരക്തങ്ങളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുകയും രക്ഷയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യട്ടെ. ഏവർക്കും പെസഹ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിവ്യരക്ഷകനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.